നമസ്കാരം. ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ഗർജനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പല രാജ്യങ്ങളും വിറച്ചു നിന്നിരുന്നു. അമേരിക്കയുടെ സൈനിക ശക്തി എന്നത് ചോദ്യം ചെയ്യാനാകാത്ത ഒരു ആധിപത്യമാണെന്നായിരുന്നു ലോകത്തിന്റെ ധാരണ. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യയുടെ മരുഭൂമി കാറ്റുകൾ ഒരു പുതിയ കഥ പറയുകയാണ്. ആയിരക്കണക്കിന് കോടി ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച അമേരിക്കൻ ആയുധ ശേഖരങ്ങൾക്ക് മുന്നിൽ താരതമ്യേന കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ച ഇറാന്റെ സാങ്കേതിക വിദ്യകൾ വെല്ലുവിളിയായി ഉയർന്നു വന്ന കഥ. ലോകത്തെ അതിശക്തരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് പോലും ചിലപ്പോൾ തോറ്റോടേണ്ടി വരുമെന്ന സത്യം ഓർമ്മിപ്പിക്കുന്ന കഥ. ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചു വീഴ്ത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതിനായി ആരാഷി കമാൻഡ് ഗീർ എന്ന പുതിയ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്ക നൽകിയിട്ടില്ല എങ്കിലും ഈ അവകാശവാദം തന്നെ ലോക പ്രതിരോധ വിദഗ്ധരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കയുടെ MQ-9 ഡ്രോൺ വെടിവെച്ചിടാൻ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചതായി ഈ ആഴ്ച ആദ്യം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. $16 ദശലക്ഷം മുതൽ $30 ദശലക്ഷം വരെ വില വരുന്നതാണ് ഡ്രോൺ. തദ്ദേശീയമായി വികസിപ്പിച്ച ആരാഷി കമാൻഡ് ഗീർ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഡ്രോൺ വീഴ്ത്തിയതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പറയുന്നത്. അവകാശവാദം ശരിയാണെങ്കിൽ ഇറാന്റെ ഐതിഹാസികമായ കഥാപാത്രമായ ആരാഷ് ദി ആർച്ചറിന്റെ പേരിട്ടിരിക്കുന്ന ഈ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ യുദ്ധകാല ഉപയോഗമാണിത്. പേർഷ്യൻ പുരാണത്തിലെ നായകനാണ് ആരാഷ് ഈ കമാൻഡ് ഗീർ. ഇറാന്റെ പക്കൽ ശക്തമായ ആയുധങ്ങൾ ഉണ്ട് എന്നതിന്റെ സൂചനയാണിതെന്ന് പ്രതിരോധ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയും സമുദ്രാതിർത്തിയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഓപ്പറേഷനിടെയാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. മറ്റു രാജ്യങ്ങൾ ഈ അവകാശവാദത്തോട് പ്രതികരിച്ചിട്ടില്ല. എളുപ്പത്തിൽ കണ്ടെത്താനാകുന്ന വലിയ റഡാർ കേന്ദ്രങ്ങളെ ഇറാൻ ആശ്രയിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പകരമായി ഡ്രോണുകൾക്കും വിമാനങ്ങൾക്കും ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന വില കുറഞ്ഞ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. മിസൈൽ രൂപകൽപ്പനയിൽ ഇറാൻ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടെന്ന് ലണ്ടനിലെ കിങ്സ് കോളേജ് സെക്യൂരിറ്റി സ്റ്റഡീസ് സീനിയർ ലെക്ചറായ മാർക്ക് ഹിൽബോൺ അൽ ജസീറയോട് പറഞ്ഞിരുന്നു. വില കുറഞ്ഞ ലളിതമായ സംവിധാനങ്ങൾക്ക് വളരെ സങ്കീർണമായ സംവിധാനങ്ങളെ അപകടത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഷാഹദ് ഡ്രോണുകൾ ഇറാൻ നിരന്തരം ഉപയോഗിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിൽ ഇറാൻ ഈ ആയുധങ്ങൾ സാമ്പത്തിക മേൽക്കൈ നൽകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വില കൂടിയ ആയുധങ്ങൾ നഷ്ടമാകുന്നത് US-ന് തിരിച്ചടിയാണ്. ആരാഷി കമാൻഡ് ഗീർ ഒരു പുതിയ ആയുധമാകണമെന്നില്ല എന്ന് വിദഗ്ധർ പറയുന്നു. നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തദ്ദേശീയമായി പരിഷ്കരിച്ചതാകാം. നിലവിലുള്ള ആയുധങ്ങളെ ഈ സംവിധാനവുമായി ബന്ധപ്പെടുത്തിയിരിക്കാം. പരമ്പരാഗത വ്യോമ പ്രതിരോധ ശൃംഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ചെറിയ സംവിധാനങ്ങളെ എളുപ്പത്തിൽ മാറ്റാനും ഒളിപ്പിക്കാനും വേഗത്തിൽ വിന്യസിക്കാനും സാധിക്കും. വിലയും സങ്കീർണതയും കുറവായതിനാൽ ഇവ വേഗം നിർമ്മിക്കാനും തകരാറിലായാൽ മാറ്റിവെക്കാനും എളുപ്പമാണെന്നും പ്രതിരോധ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടുകൾ കൂടുതൽ ശ്രദ്ധേയമാവുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ഇറാനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ വെടിനിർത്തൽ നിലനിർത്തണമെന്നും ഹോർമുസ് മേഖലയിലെ സംഘർഷം കുറയണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് യുദ്ധം നീണ്ടാൽ അമേരിക്കയ്ക്ക് ലഭിക്കുക വിജയം മാത്രമാകില്ല, സാമ്പത്തിക നഷ്ടവും സൈനിക ക്ഷീണവും ആഗോള സമ്മർദ്ദവും കൂടെ ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ പുറത്താണ്. പ്രത്യേകിച്ച് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് വില കൂടിയ അമേരിക്കൻ ആയുധങ്ങളെ പോലും ലക്ഷ്യമിടാൻ ഇറാനിന് കഴിയുന്നുവെന്ന സൂചനകൾ അമേരിക്കയെ കൂടുതൽ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. പഴയ യുദ്ധങ്ങളിൽ ശക്തി അളന്നിരുന്നത് ആയുധങ്ങളുടെ എണ്ണം അനുസരിച്ചായിരുന്നു. എന്നാൽ പുതിയ ലോകത്തിൽ യുദ്ധം ജയിക്കുന്നത് സാങ്കേതിക മികവും സഹിഷ്ണുതയും ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനങ്ങളും കൊണ്ടുകൂടിയാണ്. ആ മാറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ് ഇറാന്റെ ആറാഷി കമാൻഡ്. അമേരിക്കയുടെ ആകാശാധിപത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തി തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ ട്രംപിന്റെ ഭാഷയിൽ പോലും സൂക്ഷ്മമായ മാറ്റം പ്രത്യക്ഷപ്പെടുന്നു. അതിനാൽ ഇന്ന് ഉയരുന്ന ചോദ്യം ഇതാണ്: ട്രംപ് സമാധാനം തിരഞ്ഞെടുക്കുന്നത് നയതന്ത്ര വിജയത്തിനായിട്ടാണോ, അതോ യുദ്ധം തുടർന്നാൽ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിത നഷ്ടങ്ങളുടെ ഭയത്താലും? ഉത്തരം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: പശ്ചിമേഷ്യയുടെ മണൽപ്പരപ്പുകളിൽ ഇന്ന് എഴുതപ്പെടുന്നത് വെറും യുദ്ധത്തിന്റെ ചരിത്രമല്ല, ലോകശക്തികളുടെ സമവാക്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്തിന്റെ ചരിത്രമാണ്.